നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നെബുലൈസേഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ കുറച്ച് തിയറി പാർട്ടും എന്തൊക്കെ ആർട്ടിക്കിൾസ് വേണം, എങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. നെബുലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ, എക്സാമ്പിൾ നമുക്ക് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്, ടയട്രോപ്പിയം ബ്രോമൈഡ്, സാൽബ്യൂട്ടമോൾ അല്ലെങ്കിൽ അസ്താലിൻ, ഇതൊക്കെ നമ്മൾ അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ എയറോസോൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആക്കിയിട്ട് ലങ്സിലേക്ക് പേഷ്യൻ്റ് ഇൻഹേൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലങ്സിലേക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നെബുലൈസേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ നമുക്ക് ഇപ്പോൾ മൂക്കിലൂടെ ഒഴിക്കാൻ ഒക്കെ പറ്റുമെങ്കിലും അതിന് ആ ഫ്യൂംസ് അല്ലെങ്കിൽ ആ മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ ലങ്സിലേക്ക് ഇൻഹേൽ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നെബുലൈസേഷൻ എന്ന് പറയുന്നത്. പർപ്പസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ ലങ്സിലേക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുവഴി ആ മ്യൂക്കസും സെക്രീഷൻസും ഒക്കെ ഒന്ന് ലൂസണായി ഇളകി പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡിസ്നി അല്ലെങ്കിൽ ശ്വാസമുട്ട് മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ലങ്സിനകത്തുള്ള ഇൻഫ്ലമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ നെബുലൈസേഷൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ അതാണ് പർപ്പസ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പം ഈ COPD അല്ലെങ്കിൽ ആസ്മ, ന്യൂമോണിയ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഡിക്കേഷൻ. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, എന്തെങ്കിലും ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കേഷനോടുള്ള ഒരു അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിന് കോൺട്രവേഴ്സൽ ആയിട്ടുള്ള ഏതെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് അതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾസ്, നമുക്ക് എന്തൊക്കെ ആർട്ടിക്കിൾസാണ് നെബുലൈസേഷൻ തെറാപ്പിയിൽ വേണ്ടി വരിക എന്നുള്ളത്. ഒന്നാമതാണ് കംപ്രസർ എന്ന് പറയുന്നത്. എയർ കംപ്രസർ, കണക്റ്റിംഗ് ട്യൂബ്, നെബുലൈസർ, മെഡിക്കേഷൻ ആൻഡ് സലൈൻ സൊല്യൂഷൻ, സ്റ്റെറൈൽ വാട്ടർ, കോട്ടൺ ബോൾസ്, ഫേസ് മാസ്ക്, സ്പ്യൂട്ടം കപ്പ് വിത്ത് ഡിസിൻഫെക്റ്റൻറ്റ്, ഡിസ്പോസിബിൾ ടിഷ്യൂസ്, കിഡ്നി ട്രേ. ഇത്രയും ആർട്ടിക്കിൾസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു നമുക്ക് ഈ ഒരു ട്രേ ആണ് മെയിനായിട്ട് നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നെബുലൈസേഷൻ ട്രേ ആകും. അപ്പോൾ ഇത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മളൊരു ലാർജ് ബൗളാണ്, അതിൽ നമ്മൾ ഈ നെബുലൈസേഷൻ മാസ്ക് വേണം, അതിൻ്റെ ട്യൂബിങ്സ്, ആ ചേമ്പർ, അതൊക്കെ വേണം. പിന്നെ നമ്മൾ ഒരു ബൗൾ വിത്ത് കോട്ടൺ ആണ്, ആ കോട്ടനകത്ത് നമുക്ക് സ്റ്റെത്തിൻ്റെ ഇയർ പീസും ഡയഫ്രം ഒക്കെ വൈപ്പ് ചെയ്യാനുള്ളതും നമ്മുടെ മാസ്ക് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോട്ടൺസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സ്റ്റെതസ്കോപ്പ് നമുക്ക് വേണം, കാരണം ഓസ്കൾട്ടേഷന് വേണ്ടിയിട്ട്. SpO2 പ്രോബും ഒരു വാച്ചും ഇതിൻ്റെ കൂടെ അഡീഷണലി വേണം. പിന്നെ കിഡ്നി ട്രേ ആൻഡ് പേപ്പർ ബാഗ് അറിയാലോ, ഡ്രൈ വേസ്റ്റ് ഇടാനും കിഡ്നി ട്രേ വെറ്റ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ നമുക്ക് സിറിഞ്ചും നീഡിൽസും മെഡിസിനും വേണം. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ട്രേ വിത്ത് ലിഡും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു മെഡിക്കേഷൻ കാർഡും വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരേണ്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊസീജിയർ വൈസും പറയുന്നതായിരിക്കും. മെഡിക്കേഷൻ ട്രേ കാർഡിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. നമുക്ക് പ്രൊസീജിയറിലേക്ക് പോവാം. ഇതാണ് ആർട്ടിക്കിൾസ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫിസിഷ്യൻസ് ഓർഡർ നമ്മൾ നോക്കണം. നഴ്സിംഗ് കെയർ പ്ലാനും ഒക്കെ നമ്മൾ നോക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പേഷ്യൻറ്റിന് കറക്റ്റ് പ്രൊസീജിയർ തന്നെയാണോ നമ്മൾ ചെയ്തതെന്ന് ഉറപ്പ് വരുത്താനാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ടുള്ള ഡ്രഗ്സ്, ഈ ബീറ്റ ബ്ലോക്കേഴ്സൊക്കെ ഹാർട്ട് റേറ്റ് വേരിയേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാർട്ട് റേറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ നെബുലൈസേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. പിന്നെ ഒരു അപ്പോൾ നമ്മൾ ഹാർട്ട് റേറ്റ് ഒക്കെ മോണിറ്റർ ചെയ്തു. എന്നിട്ട് പേഷ്യൻ്റ് അടുത്ത് ഈ ഒരു തെറാപ്പീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. പേഷ്യൻ്റെ നന്മ എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കോപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള സെമി ഫൗളേഴ്സ് അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷനിൽ ഇരുത്തുക. ഈ സെമി ഫൗളേഴ്സ് പൊസിഷനിൽ റാഷണലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് നല്ല രീതിയിൽ ഡയലേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സെമി ഫൗളേഴ്സ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ റാഷണലി എഴുതിയിട്ടുണ്ട് ഡയഫ്രമാറ്റിക് എക്സ്കേർഷൻ. ആ സമയത്ത് ഡയഫ്രം നല്ല രീതിയിൽ താഴേക്ക് വലിഞ്ഞു വരികയും ലങ്സ് വികസിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് മെഡിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, മെഡിക്കേഷനും സലൈനും 2 സിറിഞ്ചിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ
ഇഞ്ചക്ഷൻ ട്രേ വിത്ത് ലിഡില്ലേ അതിനകത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീ ഓസ്കൾട്ടേഷൻ നടത്തുക, SpO2 നടത്തുക, പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റും ഇത്രയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് നമ്മൾ പ്രീ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മെഡിക്കേഷൻ കാർഡിൻ്റെ ബാക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നെബുലൈസേഷൻ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഇതൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു വെന്റിലേഷൻ നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ എൻഷുർ ചെയ്യുക. പിന്നെ നമ്മൾ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു നെബുലൈസേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം അതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളൊന്ന് സാനിറ്റൈസ് അല്ലെങ്കിൽ ഹാൻഡ് റബ്ബ് ഇട്ടതിന് ശേഷം അതിന് മുന്നേ നമ്മൾ മാസ്കും ട്യൂബിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് നമ്മുടെ മെഡിക്കേഷനില്ലേ അതായത് ചേമ്പറിലേക്ക് ഒഴിക്കുക. ചേമ്പറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റെ അടുത്ത് ഇതേപോലെ പറഞ്ഞു കൊടുക്കുക, അച്ഛ അല്ലെങ്കിൽ അമ്മ ഇതേപോലെ അല്ലെങ്കിൽ ലങ്സ് വികസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സെക്രീഷൻസ് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന കഫം ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ തരുന്ന സമയത്ത് കൊടുക്കേണ്ട ടൈമിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുക. നല്ല രീതിയിൽ മൂക്കിലൂടെ ശ്വാസം പിടിച്ച് വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വായക്കൂടി വിടാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മെഡിക്കേഷൻസ് ആ ചേമ്പറിൽ ഒഴിച്ചതിന് ശേഷം ഈ ട്യൂബിങ്സ് ഒക്കെ കണക്ട് ചെയ്ത് നെബുലൈസറും കണക്ട് ചെയ്ത് പ്ലഗ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അത് പ്രോപ്പർലി വർക്കിംഗ് ആണോ, ഫ്യൂംസ് വരുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പേഷ്യൻ്റ് ഫേസിൽ അപ്ലൈ അല്ലെങ്കിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഓണാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ഒരു പ്രൊസീജിയറിനകത്ത് വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ ട്രേ ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കി കൊണ്ടുപോകുന്നു. അത് അവിടെ ചെന്നിട്ട് നമ്മൾ ഇത് വൈപ്പ് ചെയ്ത് മാസ്കും ട്യൂബിങ്സും ഒക്കെ വൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സാനിറ്റൈസ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണേ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെഡിക്കേഷൻസ് ഒഴിച്ചതിന് ശേഷം ട്യൂബിങ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നു. പ്രോപ്പർലി വർക്കിംഗ് ആണെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം പേഷ്യൻ്റെ മൗത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ മുഖത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മൂക്കിൽ കൂടെ നല്ല രീതിയിൽ ശ്വാസം എടുത്ത് ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ അച്ഛൻ തന്നെ മനസ്സിൽ ഒരു 1-2-3 അത്രയും കൗണ്ട് ചെയ്ത രീതിയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വായു കൂടെ പതുക്കെ വിടാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും ആ മരുന്ന് തീരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെബുലൈസേഷൻ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും നെബുലൈസേഷൻ ഉണ്ടാകുക. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം ഈ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഡ്യൂറിങ് ദ പ്രൊസീജിയറും റെസ്പിറേറ്ററി റേറ്റും ഒക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ അത് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, SpO2 പിന്നെ ഓസ്കൾട്ടേഷൻ, ഈ 4 കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യം ഫാൻ ഓഫ് ആക്കുക എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ നെബുലൈസർ പ്രോപ്പർലി വർക്കിംഗ് കണ്ടീഷൻ ആകുന്ന ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ആഫ്റ്റർ അസസ്മെൻറ്റ് നമ്മൾ ചെയ്തില്ലേ, ആഫ്റ്റർ പ്രൊസീജിയറുള്ള അസസ്മെൻറ്റും കൂടെ ചെയ്തതിന് ശേഷം അതും റെക്കോർഡ് ചെയ്ത് മെഡിക്കേഷൻ ചാർട്ടിലും അത് ലേബൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇപ്പം കോർട്ടിക്കോസ്റ്റെറോയിഡ് മെഡിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ നെബുലൈസേഷൻ എടുക്കുന്ന ഈ സാൽബൂട്ടമോളൊക്കെ നെബുലൈസേഷൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വായ നല്ല രീതിയിൽ കഴുകാനായിട്ട് പറയുക. ഫ്യൂംസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വായ നല്ല രീതിയിൽ കഴുകാനായിട്ട് പറയുക. പിന്നെ നെബുലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസ് എൻകറേജ് ചെയ്യുക, അതും പഠിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് നെബുലൈസേഷൻ ചെയ്തതിന് ശേഷം അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ വാ കഴുകുന്ന കാര്യവും ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസും ആണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത പ്രൊസീജിയറൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ആ എക്യുപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തിരിച്ച് റീപ്ലേസ് ചെയ്യണം. ആർട്ടിക്കിൾസൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. അപ്പോൾ ഇതാണ് മെയിനായിട്ടും വരുന്ന നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ കാണിച്ച ആർട്ടിക്കിൾസിൻ്റെ ലിസ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇല്ല. വാച്ച്, അതുപോലെ തന്നെ SpO2 പ്രോബ്, പിന്നെ എന്താണ് നമ്മൾ നെബുലൈസർ, മെയിനായിട്ടുള്ള സാധനമാണ് നമ്മുടെ നെബുലൈസർ ഇല്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ നോക്കിയിട്ട് ഇല്ലാത്തത്. ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതായിരിക്കും മെയിനായിട്ടൊരു ട്രേ എന്ന് പറയുന്നത്. ഓക്കെ.